ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ചെറിയൊരു കൊട്ടിപ്പറ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. അതിന് ആവശ്യമായത് ചാർട്ട് പേപ്പർ, പെൻസിൽ, കത്രിക, പശ, പിന്നെ എൻ്റെ വക കാർഡ്ബോർഡ് കൂടെ. കാർഡ്ബോർഡിൻ്റെ ഉപയോഗം ഞാൻ വഴിയെ പറയാം. പിന്നെ നമുക്കൊന്ന് തുടങ്ങിയാലോ. ഒരു ചാർട്ട് പേപ്പർ എടുത്ത് അതിൻ്റെ 4 ഭാഗം 8 ഇഞ്ച് അളവിൽ സമചതുരത്തിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം അളവ് കൃത്യമാണ് എന്ന് നോക്കി മുറിച്ച് മാറ്റുക. കത്രിക കൊണ്ടും മുറിക്കാം. ഞാൻ മുറിക്കുന്ന പോലെ ആവണം എന്നില്ല. അതിനുശേഷം 2 ഇഞ്ച് അളവിൽ 4 ഭാഗങ്ങളിലായി 3 ഭാഗങ്ങളിലായി 2 ഇഞ്ച് അളവ് 2 ഇഞ്ച് അങ്ങനെ അടയാളപ്പെടുത്തുക. അങ്ങനെ അപ്പോൾ നമുക്ക് 3 ഭാഗങ്ങളിൽ ഓരോ പുള്ളിയായിട്ട് കിട്ടും. അത് കൂട്ടി യോജിപ്പിക്കുക. ആദ്യം ഒരു സൈഡ് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക, 2 സൈഡ് കൂട്ടി യോജിപ്പിക്കുക, പിന്നെ 2 സൈഡ് കൂട്ടി യോജിപ്പിക്കുക. അങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം വീഡിയോയിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒരു ഭാഗം, അപ്പോൾ നമുക്കൊരു 16 ഇതായിട്ട് കിട്ടും, സമചതുരങ്ങളായിട്ട് കിട്ടും. ആ സമചതുരങ്ങളിൽ നമ്മൾ ഇതുപോലെ 2 ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയതിന് ശേഷം ഈ അടിയിലുള്ള അറ്റത്തുള്ള 2 ഭാഗം ഉണ്ടാവും, ഈ ഇതേപോലെ നമ്മൾ 3 വട്ടം 2 അങ്ങനെ അതേ വീഡിയോയിൽ കാണുന്ന അതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ നടുവിൽ കിട്ടുന്ന 2 ഭാഗങ്ങളുണ്ടല്ലോ, ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് ആ നടുവിൽ കിടക്കുന്ന 2 ഭാഗങ്ങളുണ്ട്, അത് രണ്ടും ഇങ്ങനത്തെ ഞാൻ വീഡിയോയിൽ പിടിച്ച് അതേപോലെ മടക്കി വെച്ച് അതിൽ പശ തേച്ചതിന് ശേഷം ഇങ്ങനെ ഞാൻ വെച്ചതുപോലെ തന്നെ, അപ്പോൾ ഒരു തെറ്റും പറ്റില്ല, അതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ അടിഭാഗത്ത് കിടക്കണ ആ 2 സമചതുരത്തിലുള്ള ആ ഭാഗം കൂടെ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു വീടിൻ്റെ ഒരു രൂപം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മറ്റേ ഭാഗങ്ങളും നമ്മൾ ചെയ്തെടുക്കുക. ആദ്യത്തേത് തമ്മിൽ ഞാൻ വീഡിയോയിൽ കാണുന്ന അതുപോലെ ഒട്ടിച്ചതിന് ശേഷം പിന്നെ അടുത്ത ഭാഗം ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു വീടിൻ്റെ രൂപം നമുക്ക് അതിൽ കാണാൻ പറ്റും. വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതുപോലെയാണ് ആ പുസ്തകത്തിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നമുക്കൊരു ചെറിയ മേൽക്കൂരയും കൂടി വെച്ച് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം എൻ്റെ കൂട്ടിച്ചേർക്കലാണ്. അതുകൊണ്ടോ ഇതിപ്പോൾ നല്ല ഭംഗിയിലൊരു വീടിൻ്റെ ഭാഗങ്ങളായില്ലേ. അപ്പോൾ എനിക്ക് തോന്നി ഇനി അതിൻ്റെ മുകളിൽ വെക്കാൻ പറഞ്ഞ പേപ്പർ നമുക്കൊരു റെഡ് കളർ വെക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു ചുവന്ന പേപ്പർ എടുത്തു. പക്ഷെ ആ ചുവന്ന പേപ്പർ എടുത്ത് ഞാൻ ചുവന്ന പേപ്പർ എടുത്തതിന് ശേഷം ഇതിൻ്റെ പാകത്തിന് നോക്കി അളവ് നോക്കിയിട്ടാണ് ഞാൻ മുറിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് അളവ് കിട്ടിയത് ഒരു 5.5 ഇഞ്ച് വെച്ചപ്പോൾ അത് കറക്റ്റായി. പിന്നെ ഞാൻ നോക്കി, പിന്നെ അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് 5.5 ഇഞ്ച്, പിന്നെ എല്ലാ ഭാഗവും അടിഭാഗവും സൈഡ് ഭാഗങ്ങളൊക്കെ കറക്റ്റാക്കി മേൽക്കൂര ഓവർ താഴാതെ പാകത്തിനാക്കി നമ്മൾ വെച്ചു. പിന്നെ ഞാൻ സംസാരിക്കണതിൽ വല്ല തെറ്റുകളും പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം എനിക്ക് വീഡിയോയിൽ ഇതുവരെ സംസാരിച്ച ശീലമല്ല. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ആപ്പ് എനിക്ക് ഇത്ര ഇതിൽ ക്ലിയർ ആക്കാനുള്ള പെർമിഷൻ, എനിക്ക് ഓവർ വീഡിയോ എഡിറ്റിങ്ങും അറിയില്ല. അതുകൊണ്ട് തെറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വല്ല തെറ്റും പറ്റിയാൽ നിങ്ങൾ ക്ഷമിക്കല്ല. അത് വേറെ നിവൃത്തിയൊന്നുമില്ല എനിക്ക്. അപ്പോൾ ഇതുപോലെ നമ്മൾ കാർഡ്ബോർഡ് എടുത്തതിന് ശേഷം റെഡ് കളർ പേപ്പർ നമ്മളതിൻ്റെ മുകളിൽ വെച്ച് നമ്മളതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഇതുപോലെ പശയൊക്കെ തേച്ച് ഒട്ടിച്ച് പിന്നീട് ഇതുപോലെ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ പശയൊക്കെ തേച്ച് നമ്മൾ അതിൻ്റെ വീടിൻ്റെ റൂഫ് അങ്ങനെ തന്നെയാണ് പറയാൻ തോന്നുന്നു. അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ മേൽക്കൂര അങ്ങനെ ഫില്ലാക്കി വെച്ചു. അപ്പോൾ അത് നല്ല ഒരു ഭംഗിയായിട്ട് കിട്ടിയ റെഡും ബ്ലൂവും കൂടി ആയപ്പോൾ അതൊന്നും കൂടി ഭംഗിയായിട്ട് നമുക്ക് കിട്ടി. അങ്ങനെ അത് വെച്ചതിന് ശേഷം എനിക്കതൊരു അപ്പോൾ ഭിത്തിക്ക് ബലക്കമ്മിയുള്ളതുപോലെ തോന്നി. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് മടിയുള്ളത് കൊണ്ടും എനിക്ക് വേഗം അത് ഒട്ടിക്കിട്ടണം എന്നുള്ളത് കൊണ്ടും സ്റ്റാപ്ലർ എടുത്ത് 2 സൈഡിലും ഞാൻ പിന്നെ അടിച്ചു കൊടുത്തു. അതിനുശേഷം എനിക്ക് ആ ഭിത്തി ബലമില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അടുത്ത കാർഡ്ബോർഡ് എടുത്തതിന് ശേഷം അളവൊക്കെ നോക്കി. ആദ്യം ഞാൻ നീളത്തിലുള്ള ഭാഗത്തിൻ്റെ അളവൊക്കെ നോക്കി 2 കാർഡ്ബോർഡ് മുറിച്ചു. അത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അടുത്ത കാർഡ്ബോർഡിൻ്റെ ഭാഗം നമ്മൾ മുറിച്ച് അതും നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അപ്പോൾ അത് കുറച്ച്
നീളധികമായി. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം അപ്പോഴും എനിക്കൊരു സുഖം തോന്നിയില്ല. 2 സൈഡ് ഇങ്ങനെ പിന്നെയും ബലമില്ലാതെ പേപ്പർ പോലെ കിടക്കുകയാണ്. ചാർട്ടാവും കൊണ്ട് വലിയ ചാർട്ടല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ബലമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ള ഭാഗം അളവെടുത്ത് 2 ഭാഗങ്ങൾ അളവെടുത്ത് നോക്കി. അളവെടുത്തപ്പോൾ ഒരു 2.5 ആൻഡ് 3 അങ്ങനെയാണ്, 5 ആണോ 3 ആണോ എനിക്ക് ഓർമ്മയിലില്ല, അങ്ങനെയാണ് കിട്ടിയത്. അത് ഞാൻ എടുത്ത് അളവെടുത്ത് അത് ഞാൻ അളവിനെ ഞാൻ കാർഡ്ബോർഡിലേക്ക് വരച്ച് ഇതുപോലെ 2 കഷ്ണങ്ങളാക്കി എടുത്തു. 2 കഷ്ണങ്ങൾ ഒരു സമചതുരത്തിൽ ഒരു ത്രികോണം വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന രൂപം, ആ രൂപം ആണ് നമുക്ക് കിട്ടിയത്. ആ രൂപം നമ്മൾ എടുത്തിട്ട് 2 ഭാഗത്താക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചു. കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പുറത്തും അങ്ങനെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് വരയ്ക്കാനുള്ളത്, പിന്നെ എനിക്ക് അതിന് ജനലും വാതിലും വെക്കണമല്ലോ. അപ്പോൾ ജനലും വാതിലും ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ, അത് കാര്യം. പിന്നെ നമ്മൾ കട്ടിലും ജനലും വാതിലും അങ്ങനെയാണല്ലോ പറയാം, ജനലും വാതിലും വരക്കേണ്ടതുകൊണ്ട് അതും കൂടി വരച്ചു കൊടുത്തതിന് ശേഷം പിന്നെ എനിക്ക് തോന്നി അടിഭാഗത്ത് മുറ്റം പോലെ അല്ലെങ്കിൽ അടിഭാഗത്ത് എന്തെങ്കിലും കൊടുക്കണം തോന്നിയതിന് ശേഷം ഞാനൊരു മഞ്ഞ ഒരു ഇത് കൊടുത്തു. പിന്നെ നിങ്ങൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കുട്ടിപ്പര ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അത് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഓവറായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷേ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. പറ്റിയെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.